ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ, കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, മാളവിക ശർമ്മ, ഷമ്മി തിലകൻ, സഞ്ജു ശിവറാം എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 5,30,00,000 രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 2,55,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 7,85,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസായി 13,17,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസായി കളക്ട് ചെയ്തത് 7,10,00,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 20,27,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം 2 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 22,85,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 3-ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2,30,00,000 റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 10 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 26 കോടിക്ക് മുകളിലാണ് ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് ഹെവി പോസിറ്റീവ് അഭിപ്രായം തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമിത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 4,60,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,20,00,000 രൂപയുമാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 5,80,00,000 രൂപയാണ്. GCC മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത് $6,80,000, അതായത് 6,50,00,000 രൂപ. ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 10,20,00,000 രൂപയുമാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 16 കോടി രൂപയാണ്. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 2-ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 6.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 2 ദിവസം കൊണ്ട് 11 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് ഏകദേശം 16-17 കോടി റേഞ്ചിലാണ്. 2 ദിവസം കൊണ്ട് 38-40 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ഇരുമുടി. ശിവ നിർവ്വാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രവി തേജ, കാർത്തിക് ആഡ്സുമില്ലി, രമണ ഭാർഗവ്, സ്വാസിക, പ്രിയ ഭവാനി ശങ്കർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. രവി തേജയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായി ഇരുമുടി മാറുന്നു എന്ന് തന്നെയാണ് 2-ാം ദിവസമായ ശനിയാഴ്ചയും സൂചിപ്പിക്കപ്പെടുന്നത്. സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,22,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആന്ധ്രയിൽ 9,14,00,000 രൂപയും തെലങ്കാനയിൽ 8,06,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 1,55,00,000, തമിഴ്നാട്ടിൽ 33 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 34 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 19,32,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് ഇന്നലെ 5,97,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി നേടിയെടുത്തിരിക്കുന്നത് 25,29,00,000 രൂപയാണ്. ഇനി 2-ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 30 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 55 കോടി റേഞ്ചിലാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപയാണ്. അങ്ങനെ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 37,60,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ 23 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 647 കോടി രൂപയുമാണ്. $225 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $2.31 ബില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 20,250 കോടി രൂപ. ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 4,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 37 ദിവസം കൊണ്ട് 13,99,00,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 244,21,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 100,56,00,000 രൂപയാണ്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $1,368 മില്യൺ നേടിയെടുത്തിട്ടുള്ളത്. വിസ്മയ മോഹൻലാൽ പ്രധാന താരമായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 15 ദിവസം കൊണ്ട് 23,12,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 16-ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 23,30,00,000 മുകളിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസ് 42,20,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ് പ്രധാന താരമായി അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 17,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമ അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 18,65,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 15 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 22,10,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 73,10,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 96,30,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.